വാലന്റൈൻസ് കോണിലെ പോയിന്റ് ബ്ലാങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വ്യൂവർഷിപ്പ്, ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളെ തീർച്ചയായും ഞങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു മുഖവരയുടെ കാര്യമില്ല, കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിന്റെ അഭിനേതാവ്, സംവിധായകൻ, എഡിറ്റർ, മ്യൂസിക്, ലിറിസിസ്റ്റ്. എനിക്ക് തോന്നുന്നു ക്യാമറ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? റൈറ്റ്. അതിപ്പോ വേൾഡ് റെക്കോർഡ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ബാലചന്ദ്ര മേനോൻ, ബാലചന്ദ്രമേനോൻ സാറ് എനിക്ക് തോന്നുന്നു 4-5 കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം സ്നേഹത്തോടുകൂടി. സന്തോഷ് പണ്ഡിറ്റിനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നെ ഹീറോ ആണ് സന്തോഷ് പണ്ഡിറ്റ്. പറയൂ, ഇങ്ങനെ ഒരു കൃഷ്ണനും രാധയും എന്നൊരു ചിത്രം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണനും രാധയും തമ്മിൽ അതിലൊരു പ്രണയമായിരിക്കാം അല്ലെ? ആ പടത്തിലെ കൃഷ്ണൻ എന്ന് പറയുന്നത് താങ്കളാണോ? ഒരിക്കലും അല്ല. സസ്പെൻസ് വേറെ. ഇത് സിനിമ, ഞാൻ ഒരു സൈക്കോളജി പഠിച്ചൊരു വ്യക്തിയാണ്. ഒരു എ ടു സെഡ് സൈക്കോളജിയുടെ ഒരു കളിയാണ്. അപ്പൊ നമ്മളെ കണ്ടാ അറിയാം എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നതെന്നൊക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ഇപ്പോ ഇതിൽ നായകന്റെ പേര് ജോൺ ആണ്. ജോൺ. അവിടെ സിനിമ കാണുന്ന ആളുകൾക്ക് ശരിക്കും സർപ്രൈസ് അടിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ജോണിന്റെയും രാധയുടെയും കഥയാണ്. ഇത് എങ്ങനെ കൃഷ്ണൻ രാധ ആയത് മുതലേ എന്റെ സിനിമയുടെ സസ്പെൻസ് തുടങ്ങി. സിനിമ തുടങ്ങിയ കാലത്ത് ആളുകൾ എന്നോട് ഫസ്റ്റ് ചോദിച്ചു, സർ പുരാണം വല്ലതുമാണോ? ഞാൻ പറഞ്ഞു കാത്തിരുന്ന് കാണാം. എന്റെ നല്ല കാലത്തിനോ കഷ്ടകാലത്തിനോ പാട്ട് നല്ല ഹിറ്റായി, യൂട്യൂബിൽ ഭയങ്കര ഇതൊക്കെയായി. അപ്പൊ 1-2 ചില സീന്റെ കാര്യത്തിലൊക്കെ ആളുകൾക്ക് വിമർശനം ഉണ്ടായി. ഉടനെ ഫോണ്, സർ സെക്സ് പടമാണ്. അങ്ങനെ ചോദിച്ചല്ലേ? പുരാണത്തിൽ നിന്ന് നേരെ സെക്സിലെത്തി. ഉടനെ കാണുന്നവർക്ക് അങ്ങനെ തോന്നാം, സ്വാഭാവികം. അത് അവരുടെ കാഴ്ചപ്പാടാണ്. ഓക്കെ, അത് വിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ ആളുകളുടെ റേഞ്ച് പോയ കഥയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സോങ് എല്ലാം ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു, സാർ ഇതൊരു കൗമാര പ്രേമകഥയൊക്കെയാണോ? പ്രേമകഥയാണോ? പുരാണം പ്രണയായി. പിന്നെ അതിന്റെ അടുത്ത സീനിലെ മറ്റുള്ള പാട്ടുകളൊക്കെ കണ്ടപ്പോൾ പിന്നെ ആളുകൾ ചോദിച്ചു, സാർ ഇത് കുടുംബകഥയാണോ? ട്രെയിലർ വന്നപ്പോൾ 5 ഡയലോഗ്സ്. കേരളത്തിൽ അതെ അതെ, കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഡയലോഗ് എനിക്ക് തോന്നുന്നു. അത് ആ ട്രെയിലർ ഒന്നും സിനിമ കാണുന്ന ഒരാൾ ആയുസ് കേൾക്കാത്ത ഡയലോഗാണ്. സിനിമ തുടങ്ങി അവസാനിക്കുന്നവർ ആ സിനിമയുടെ ഡയലോഗ്സ് എന്ന് പറയുന്നത് മലയാളമാണെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഫ്രഷാണ് ഡയലോഗ്സ്. അപ്പൊ ആ ഡയലോഗ്സും അതിലെ സീനെല്ലാം കണ്ട സാർ ഇത് ആക്ഷൻ പടമാണ്. 8 പാട്ടും ഒരു 14 മിനിറ്റിന്റെ, എന്റെ വിമർശകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുടിഞ്ഞ 14 മിനിറ്റിന്റെ ട്രെയിലർ കണ്ടിട്ട് ആർക്കും ഏത് ഗണത്തിൽപ്പെട്ട സിനിമയാണെന്ന് മനസ്സിലായില്ല. അതാണ് എന്റെ വിജയം. ഞാൻ പറയട്ടെ, ഇതെല്ലാം ഉള്ളൊരു സിനിമയാണ്. സെക്സ് ഇല്ല ആദ്യം പറയാം, എല്ലാം തന്നെ അത് തെറ്റിയായിരിക്കും. അല്ല, ഈ പാട്ടിനകത്ത് ഒരു 28 വയസ്സുള്ള ഒരു പുരുഷന് ഒരു കൗമാരക്കാരിയോട് തോന്നുന്ന ഒരു പ്രണയം ആസ്പദമാക്കിയ നമ്മളൊരു ഗാനം കാണുന്നത്. അപ്പം അതും ഇതുമായിട്ട് എന്താണ് ബന്ധം ഈ സിനിമയില്? അതിന്റെ കാര്യം ഇതാണ്, നായകനായ ജോൺ, അവന്റെ തൊട്ട വീട്ടിലെ നായകനായ ജോണിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും താങ്കൾ ഇപ്പൊ പറയുന്നില്ല. അധികം പറയാതിരിക്കുന്നതായിരിക്കും. അത് ഏതായാലും സിനിമ ഉടനെ ജസ്റ്റ് റിലീസ്. പ്രൊഫഷണൽ ആയിട്ടുള്ള നടൻ തന്നെയാണോ അതോ താങ്കൾ തന്നെയാണ് ജോൺ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ജോണിന്റെ അടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ് പ്രിയ. നിങ്ങൾ വിചാരിക്കുമ്പോ ഓ പ്രിയ എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ആയത്തോന്ന് എഴുതിയെന്നാണ് പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയ പാട്ട്. ആക്ച്വലി ഈ പ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പേരാണ്. ആ സീക്വൻസിനകത്ത് ഈ കുട്ടി ഇപ്പം വിമർശകരുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് ഇത്തിരി എക്സ്പോസ് ചെയ്ത് ഉള്ള ഡ്രസ് ധരിച്ചേക്കുവായിരുന്നു. ഓക്കെ, പക്ഷെ ഞാൻ അവിടെ നിങ്ങൾ വളരെ സീരിയസ് ആയി ചിന്തിക്കണം. ഡ്രസ്സിന്റെ ഒക്കെ വില എന്താണ്? ഇവിടെ ഓരോ ദിവസവും ഡ്രസ്സിന്റെ ഒക്കെ വില കൂടിക്കൂടി വരികയാണ്. ശരി, എന്നിട്ടും ഞാൻ ടോപ്പോ ബോട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തേ, ഏതെങ്കിലും ഒന്ന് എന്തായാലും നമുക്ക് വളരെ വാങ്ങിച്ചു കൊടുത്തല്ലോ ഞാൻ. സത്യം, എനിക്ക് തോന്നുന്നു സന്തോഷം. വിമർശകർ ഇനിയെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ഇനിയെങ്കിലും ഡ്രസ്സിന്റെ കാരണം ജിത്തുവായി എന്ന ചോക്ലേറ്റ് ബായിൽ ഇന്ത്യൻ ഡ്രസ്സിന് വില കൂടിയ സത്യമായിട്ട് ഇന്ത്യൻ ദുബായ് എന്ന ചോക്ലേറ്റ് ബായ് രണ്ടാമത്തെ സിനിമയാണ്. ഈ പേരൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്? വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നാണോ സ്വന്തമായിട്ട് തന്നെ? ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ക്യാമറ ഒഴിച്ച് എല്ലാവർക്കും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതൊരു ക്രെഡിറ്റ് തന്നെ ആയിരിക്കാം അല്ലെ? തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇന്റർനെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് സർവേയുടെ അടിസ്ഥാനം നിങ്ങൾക്കറിയാം ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും ഏഷ്യ വൻകരയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നതുമാണ് സന്തോഷ് പണ്ഡിറ്റ്. ഇത് റെക്കോർഡിന്റെ അഭിനയിക്കുകയാണെങ്കിൽ പിന്നെ ക്യാമറ എടുക്കാൻ പറ്റത്തില്ല ആർക്കും. അതെ അതെ, ചെയ്യാവുന്ന. ഈവൻ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂയോർക്കിലെ ഒരു ആളുമായിട്ട് സംസാരിക്കണം. അപ്പൊ എനിക്ക് ശരിക്കും സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ അപ്പൊ അവർ പറഞ്ഞ സ്ഥലത്ത് എന്തായാലും ഗിന്നസ് ബുക്കും ലിങ്ക് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിങ്ങൾ വന്നിരിക്കുന്നു. അല്ല, അവർ ഒരു ചാനലുകാരൻ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു, സന്തോഷ് സാറേ ആരെങ്കിലും ചെയ്തോന്നല്ല, ആരെങ്കിലും ചിന്തിച്ചോ എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഈ ലോകത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു നിങ്ങളല്ലാത്തൊരു മനുഷ്യൻ ചിന്തിക്കില്ല. ഒരു ജോലി ചെയ്യണമെങ്കിൽ ആദ്യം ചിന്തിക്കണല്ലോ.
ഓ ഇതൊക്കെ ചെയ്തു നോക്കാം എന്ന് ചിന്തിക്കണമെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഇത് നിങ്ങൾക്ക് തന്നെ ഉള്ളതാ. നിങ്ങളൊന്ന് അതിന്റെ നോമിനേഷൻ ഞങ്ങൾക്ക് താ, ഞാൻ ബാക്കി ചെയ്യാം. അല്ല അതിൽ നെറ്റിൽ സെർച്ച് ചെയ്യാൻ നേരത്തെ നമ്മളിപ്പോ എസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ പണ്ട് സൽമാൻ ഖാനൊക്കെയാണ്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഗൂഗിളില് താങ്കളുടെ പേരിന്റെ ആദ്യത്തെ മാർക്കറ്റിംഗ് ഞാനിത് അന്വേഷിച്ചപ്പോ ഇതൊന്നും ഞാൻ പറഞ്ഞ പല റെക്കോർഡ്സ് ഞാൻ അറിയാതെ വരുന്നത്. അപ്പൊ അവര് പറഞ്ഞത് ഒരു ദിവസം 9,000 മുതൽ 10,000 ആളുകൾ സൽമാൻ ഖാന്റെ വിസിറ്റ് ചെയ്യുന്നു. എന്റേത് വിസിറ്റ് ചെയ്യുന്നു 1.5 ലക്ഷം to 2 ലക്ഷം. അപ്പൊ ഇത്രയും ഫാൻസിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? സൽമാൻ ഖാൻ ഇതറിഞ്ഞ എന്നെ ആളെ വിട്ട് തല്ലിക്കും. താങ്കൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം മനസ്സിൽ തോന്നുന്നു. താങ്കൾ ആദ്യത്തെ കൃഷ്ണനും രാധയും എന്ന ചിത്രം പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണ്, ഒരു പേടിയാണോ അതോ? സാമ്പത്തിക സൈഡിൽ ഞാൻ പറഞ്ഞു എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തോണ്ട് സാമ്പത്തികം ഞാൻ തന്നെയാണ് നിർമ്മിച്ചത്. എത്ര രൂപ മുടക്കി മൊത്തം? അതിപ്പോ എല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സാമ്പത്തിക സൈഡിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ക്ലിക്കിന് നമുക്ക് 4 രൂപ വെച്ച് കിട്ടുന്നു. സോ ഇപ്പോൾ തന്നെ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ രണ്ടാമത്തെ സിനിമ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തുടങ്ങിയത്. അതിന്റെ ഓഡിയോ ഒക്കെ ഇപ്പം തന്നെ അവൈലബിൾ ആണ്. നല്ല ഹിറ്റിലാണ് പോകുന്നത് യൂട്യൂബിന്. ഓഡിയോ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ മൂന്നാമത്തെ സിനിമയായ കാളിദാസൻ കവിത എഴുതുകയാണ്. അതിന്റെ കവിത എഴുതുകയാണ്. നല്ല പേരുകളാണ്, ക്യാച്ച് ആയിട്ട്. അപ്പൊ ഈ 3 സിനിമകളും ശരി, അതായത് 6 മാസം മുമ്പ് എനിക്ക് സ്വന്തമായിട്ട് ചെറിയൊരു ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആ ഭഗവാന്റെ മുന്നിൽ ഇരുന്നിട്ട് ആദ്യത്തിൽ അതിനെ എഴുതുക. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ കൃഷ്ണ, ഈ സിനിമയൊക്കെ ഇറങ്ങി പടം പൊട്ടിയാൽ എന്നെയൊക്കെ ആരെങ്കിലും അറിയൂ, ആരെങ്കിലും ഇത് സന്തോഷമാണോ എന്നെങ്കിൽ ചോദിച്ചാൽ വലിയ കാര്യമായിരുന്നു. എന്ന അവസ്ഥയെന്നാണ് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച അവസ്ഥയെന്നാണ്. എന്ത് കൂളായിട്ട് സിനിമയൊക്കെ കംപ്ലീറ്റ് ആയി. 2-3 അഹങ്കാരം പറഞ്ഞല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അഹങ്കാരമായിട്ടൊന്നും തോന്നില്ല സന്തോഷ് പണ്ഡിറ്റ്, ഇത് അഹങ്കാരത്തിനൊക്കെ അപ്പുറമാണ്. പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് ഞാൻ പറഞ്ഞു വേറെ ആളാണ് കൊടുത്തിരുന്നത്. നോക്കിയപ്പോ അത് കമ്പനികൾ എന്നെ സമീപിക്കുകയായിരുന്നു. നിങ്ങൾ ഇതിന്റെ റൈറ്റ്സ് തരണം, കാരണം ഒരു ക്ലിക്കിന് 4 രൂപ വെച്ച് കിട്ടും, വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടായിട്ടാന്ന് തോന്നുന്നു. ഒരു ക്ലിക്കിന് 4 രൂപ വെച്ച് കിട്ടും. 4 രൂപ. അതേപോലെ തന്നെയാണ് ഹലോ ട്യൂണും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. ഹലോ ട്യൂൺ നിങ്ങൾക്ക് തന്നെ അറിയാം, രാത്രി ശിവരാത്രി താങ്കളെ സമീപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് എന്തോ റൂമർ കേട്ടു. കൂടുതലായിട്ടൊന്നും ചോദിക്കരുത്. ഞാനിങ്ങനെ റൂമർ കേട്ടു 5 ലക്ഷം രൂപയ്ക്ക് താങ്കളോട് വാങ്ങാൻ വന്നോ. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഹലോ ട്യൂണും പൊതുവെ വളരെ ഗുണകരമാണ്. കാരണം ഇപ്പോൾ ഒരാളെടുക്കും നമുക്കൊരു 15 രൂപ അങ്ങനെയൊക്കെ വെച്ച് കിട്ടും. അപ്പൊ അത് പാട്ട് ഹിറ്റാണ്. ഇതൊന്നും ഹിറ്റാകുന്നില്ല, ഇതൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, രാത്രി ശിവരാത്രി ഒക്കെ റെക്കോർഡിലേക്കാണ് നിൽക്കുന്നത്. അത് സാധാരണ പടം റിലീസ് ആയതിനു ശേഷമാണ് ഈ ഹലോ ട്യൂണൊക്കെ ഇങ്ങനെ പോകാം. ഇത് പടം 3 മാസം മുമ്പേ അതേ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പടം റിലീസ് ഗാനം പോലെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പടം റിലീസായ ഒന്നുകൂടി, കാരണം കുറച്ചുകൂടി സാധാരണക്കാർ കൂടിലേക്ക് എത്തുമല്ലോ. നമുക്ക് കുറേയൊക്കെ ഇന്റർനെറ്റ് സ്റ്റൈലിലല്ലോ. അപ്പൊ അതും കൂടെ വരുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അതെ ഓക്കെ നിങ്ങളുടെ ചോദ്യം ഉത്തരം തരാം. സാമ്പത്തികമായി എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം ഇപ്പൊ തന്നെ ഇറക്കിയ പൈസ കിട്ടി. ഇനി ഈ കേരളത്തിൽ ആകെ 10 രൂപയാണ് എനിക്ക് കളക്ട് ചെയ്യുന്നതെങ്കിലും ഈ കേരളത്തിൽ വെറും 10 രൂപയാണ് എന്റെ കൃഷ്ണന്റെ ആദ്യം കളക്ട് ചെയ്യുന്നത്. അതെനിക്ക് ലാഭമാണ്. അത് വാങ്ങിച്ചിട്ട് ഓക്കെ നമ്മൾ സാമ്പത്തികമായി ഇറക്കിയ പൈസ പടമാണെങ്കിലും വിചാരിച്ചു ഫസ്റ്റ് ഹൗസ്ഫുൾ ആയാൽ തന്നെ ലാഭം തിരിച്ചു കിട്ടി. താങ്കൾ ഹൗസ്ഫുൾ ആക്കാനുള്ള എല്ലാ മാർക്കറ്റിംഗും താങ്കൾ ചെയ്തിട്ടുണ്ട്. യാതൊരു പൈസയും ചെലവില്ലാതെ ഞാനും പോയി കാണും ഫസ്റ്റ് ഹൗസ്. അല്ല ചെലവില്ലാതെ ബാക്കിയുള്ളവർ ഇവിടെ കോടികൾ മുടക്കി ചെയ്യുന്നതാണ് ഒക്കെ ജനങ്ങൾ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എവിടെയെങ്കിലും ഫ്ലക്സ് കാണുന്നുണ്ടോ അത് ജനങ്ങൾ ചെയ്താണ്, ഞാൻ ചെയ്തല്ല. എത്രയോ ഫ്ലക്സ് എല്ലായിടത്തും ഉണ്ട്. ഞാനൊരു ദിവസം അങ്ങനെ ഈവൻ കോഴിക്കോട് കൂടെ പോകുമ്പോണ്ട് എന്റെ ഒരു ഫ്ലക്സ് ഞാൻ ടീച്ചർ അങ്ങനെയൊക്കെ കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ, ഇത് ഞാനാണല്ലോ. കാരണം പ്രത്യേകിച്ച് മമ്മമ്മ മായാവി എന്ന് പറഞ്ഞൊരു സോങ് ഞാൻ വളരെ കൊച്ചു പിള്ളേർക്ക് പറ്റിയ ക്യാച്ച് ആയിട്ടുള്ള സോങ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സന്തോഷ് പണ്ഡിറ്റ് എനിക്ക് ഇത്രയും എൻജോയ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് തോന്നുന്നു. കാരണം താങ്കളെല്ലാം വിമർശകരെ അടിച്ച് തെറി വിളിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു താങ്കൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത് ഫുൾ കൗമാരക്കാരാണ്, പെൺകുട്ടികൾ അനവധി കാണുന്നുണ്ട്. മായാവി സൺഡേ മാത്രം വർക്കിംഗ് ഡേ, മറ്റു ദിവസങ്ങൾ ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, മറ്റു ദിവസങ്ങൾ ഹോളിഡേ. ഒല്ലെ 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 ഒയെ 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 ഒല്ലെ 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 ഒയെ 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 മമ 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 മായാവി ഡ ഡ ഡ ഡ ഡ ഡ